ഇതിൽ തന്നെ പ്രേക്ഷകർ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അതായത് 16 നിയമസഭാ മണ്ഡലങ്ങളുള്ള വലിയ ജില്ല ഏതാണെന്ന് വെച്ചാൽ മലപ്പുറമാണ്. ആ മലപ്പുറം കഴിഞ്ഞാൽ രണ്ടാമത്തേത് തിരുവനന്തപുരവും അതുപോലെ എറണാകുളവുമാണ് 14 ഉള്ളത്. കോഴിക്കോടാണ് പിന്നെ 13 ഉള്ളൂ. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഒരു 8 സീറ്റെങ്കിലും കിട്ടാതെ എങ്ങനെയാണ് ഇവർക്ക് 100 സീറ്റ് കിട്ടുക? ആ ജില്ലയുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇത് സാധാരണ കേരളത്തിൽ മിക്കവാറും എല്ലാ ജില്ലകളിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. അപ്പോഴും കോൺഗ്രസിന് അവിടെ വോട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ഷിബിലി? അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ 2019 ഒക്കെ വലിയ തോതിലുള്ള പെർഫോമൻസ് മറ്റ് ജില്ലകളിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതായത് അവരുടെ വോട്ട് ഷെയർ വലിയ തോതിൽ, അതായത് പഴയ നിയമസഭയിൽ ഉണ്ടാവുന്ന ലെവലിലേക്ക് കോൺഗ്രസിന്റെ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ 2024 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലോക്സഭയിലേക്ക് അവിടെ ജയിച്ചു. പക്ഷെ അപ്പം തിരുവനന്തപുരത്ത് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ? 35.71%. തിരുവനന്തപുരം ജില്ലയിൽ 35.71%.